3 വർഷം കൊണ്ട് 3.5 ഏക്കർ ചതുപ്പ് നിലത്ത് കണ്ടൽക്കാട് നിർമ്മിച്ചതിൻ്റെ വാർത്തയാണ് ഇനി 14 ജില്ല 14 വാർത്തയിൽ. നമുക്ക് പോകാം കായംകുളം ഗോവിന്ദമുട്ടത്തെ ആ കണ്ടൽക്കാടിലേക്ക്. കൃഷി വകുപ്പിൽ നിന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായി വിരമിച്ച MR അനിൽകുമാർ എന്ന ഒറ്റ വ്യക്തിയുടെ കഠിനാധ്വാനത്തിലാണ് കണ്ടൽക്കാടുകളാൽ ഈ ഭൂമി പച്ചപ്പണിഞ്ഞത്. പേര് മാംഗ്രൂവ് ഐൽ. കണ്ടൽ ചെടി എങ്ങനെ വളർത്തണമെന്നോ എങ്ങനെ ഇതൊന്നും അറിയാൻ വയ്യാത്ത ഒരു സ്റ്റേജ് കണ്ടൽ ചെടി വച്ച് ഒരു ചതുപ്പ് സ്ഥലത്തിൻ്റെ കൃഷിയോഗ്യമാക്കിയെടുക്കും. ഉപ്പുവെള്ളം നിറഞ്ഞ ചതുപ്പ് നിലത്ത് കണ്ടലുകൾ വളർന്നു പന്തലിക്കാൻ അധികകാലം വേണ്ടി വന്നില്ല. ആദ്യ പദ്ധതി വിജയമായതോടെ ഉപയോഗശൂന്യമായി കിടന്ന ഭൂമിയിലെ ചതുപ്പ് മാറ്റി 5 കുളങ്ങൾ നിർമ്മിച്ചു. കുളത്തിന്റെ തിട്ടകളിൽ കണ്ടൽ തൈകൾ നട്ടുപിടിപ്പിച്ചു. കണ്ടലുകൾ വളർന്നതോടെ പ്രദേശത്തിന്റെ പാരിസ്ഥിതിക ഘടന തന്നെ മാറിയെന്നാണ് അനിൽകുമാറിന്റെ അഭിപ്രായം. പരിസ്ഥിതിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ഉള്ള ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കുറയ്ക്കൽ, ഏറ്റവും കൂടുതൽ കാർബൺ വലിച്ചെടുക്കുന്ന ഒരു ചെടിയാണ് കണ്ടൽ. വരുമാനമാർഗം എന്ന നിലയിൽ കുളത്തിൽ മത്സ്യകൃഷി ആരംഭിച്ചു. കണ്ടലുകൾ വളർന്നു പന്തലിച്ചതോടെ പറവകളും ചെറുപക്ഷികളും കണ്ടലുകളിൽ മാത്രം കാണുന്ന ഓന്തുകളും ഉൾപ്പെടെ ഒട്ടേറെ ജീവജാലങ്ങൾ ഇവിടേക്കെത്തി. ക്യാമറമാൻ രാഹുൽ കൃഷ്ണയ്ക്കൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.